അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 2024 ഡിസംബർ 25. ലോകം മുഴുവൻ ആഘോഷത്തിലാണ്. പുൽക്കൂടുകൾ ഒരുക്കിയും രുചിയൂറുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കിയും പരസ്പരം ആശംസകളും സമ്മാനങ്ങളും നൽകിക്കൊണ്ട് ക്രൈസ്തവ വിഭാഗം ആളുകൾ അവരുടെ വിശ്വാസപ്രകാരമുള്ള ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു എന്നുള്ളത് ഏറെ ഗൗരവകരമായ വിഷയമാണ്. വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ മുൻപന്തിയിലേക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയും അതിൽ നിന്ന് അമിതമായിട്ടുള്ള ആഹ്ലാദങ്ങളും ആനന്ദങ്ങളും അവരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്താണ് ഈ ഒരു ക്രിസ്തുമസ് ആഘോഷമെന്നും ഇതിന്റെ ഭാഗമായിക്കൊണ്ട് അവർ നടത്തുന്ന പ്രത്യേക പരാമർശമായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ആരാണ് എന്നും ഈ ഒരു ആഘോഷത്തിന്റെ ഗൗരവം എന്താണെന്നും ഇതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നും കൃത്യമായിക്കൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ജനനത്തെ സംബന്ധിച്ചും കൃത്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. വസകരിയ വയഹ്യ വഈസ വഇല്യാസ് കുല്ലും മിനസ് സ്വാലിഹീൻ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അടങ്ങുന്ന 4 പ്രവാചകന്മാരുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് പറയുകയാണ്, കുല്ലും മിനസ് സ്വാലിഹീൻ, അവരെല്ലാവരും സജ്ജനങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈസായുടെ മാതാവായിട്ടുള്ള മറിയമിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയും ഒരാൺകുഞ്ഞിനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത നൽകുകയും ചെയ്യുകയാണ്. ആ സമയത്ത് മറിയം ബീവി തിരിച്ചു ചോദിക്കുന്നുണ്ട്, യാതൊരുവിധ ദുർവൃത്തിയും ചെയ്തിട്ടില്ലാത്ത, പുരുഷ സ്പർശമേറ്റിട്ടില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഗർഭിണിയാവുക എന്നുള്ളത്. ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമായ കാര്യമാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഭർത്താവില്ലാതെ മറിയം ബീവി ഗർഭം ധരിക്കുകയും ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയും അതിന്റെ ബാക്കിപത്രമെന്നോണം ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് തരത്തിലുള്ള വേദനകളും അവർ അനുഭവിച്ചതിനെ സംബന്ധിച്ചും അങ്ങനെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരുവിധ അർത്ഥശങ്കക്കും ഇടയില്ലാതെ വളരെ കൃത്യമായിക്കൊണ്ട് പ്രതിപാദിക്കുന്നുണ്ട്. എന്നിട്ടും അല്ലാഹുവിന്റെ ശാപത്തിന് പാത്രീഭൂതരായ ഒരു വിഭാഗം ആളുകൾ ദൈവത്തിന്റെ പുത്രൻ എന്ന വിശേഷണം കൊടുത്തുകൊണ്ട് മസീഹിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ പോലും അതിന്റെ കൂടെ കൂടികളായിക്കൊണ്ട് മാറുകയാണ്. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹി വഖാലത്തിൽ നസ്വാറ അൽമസീഹ് ഇബ്നുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണെന്ന് യഹൂദാക്കളായിട്ടുള്ള ആളുകളും മസീഹ് അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് നസ്രാനികളായിട്ടുള്ള ആളുകളും പറയുകയാണ്. വഖാലു തഖദ റഹ്മാനു വലദം, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദം, അവർ പറയുന്നത്, അവർ ചെയ്തിരിക്കുന്നത് ഏറെ ഗൗരവകരമായ വിഷയമാണ്. എത്രത്തോളം എന്നാൽ തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദം, ആകാശങ്ങൾ പൊട്ടിപ്പൊളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു പോവുകയും ചെയ്യുമാറ് ഗൗരവകരമായ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വാചകം ഉച്ചരിച്ച നമുക്കെങ്ങനെയാണ്, ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളോട് രാജിയാവാൻ സാധിക്കുക? ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവതീർണമായിട്ട് 1.5 സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും യാതൊരുവിധ മാറ്റത്തിരുത്തലുകൾക്കും യാതൊരുവിധ ക്രയവിക്രയങ്ങൾക്കും വിധേയമാകാത്ത വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇന്നും സ്ഥായിയായി നിലനിൽക്കാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരും ഒരു മുസ്ലിമിനും ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളോട് രാജിയാവാൻ സാധിക്കുക? ഓരോ ദിവസവും 17 തവണ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം
ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഞങ്ങളെ നീ നേരായ വഴിയിൽ നടത്തണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഭാഗമാകാൻ സാധിക്കുക? പ്രിയപ്പെട്ട സഹോദരന്മാരും, നമ്മുടെ ഉമ്മയെ സംബന്ധിച്ച്, നമ്മുടെ ഉപ്പയെ സംബന്ധിച്ച് അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യന് ആശംസകൾ നേരാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? എന്നാൽ നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ഉപ്പയെക്കാളും ലോകത്തുള്ള മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടെന്ന, നമ്മൾ പരിഗണിക്കേണ്ടെന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഗൗരവകരമായ ആകാശഭൂമികൾ തകർന്നു വീഴുമാറും ഗൗരവകരമായിട്ടുള്ള ഒരു അപവാദ പ്രചരണം നടത്തുന്ന ഒരു വിഭാഗം ആളുകളുടെ ആഘോഷങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് രാജിയാവാൻ സാധിക്കുക? എങ്ങനെയാണ് അവരുടെ ആഘോഷങ്ങൾക്ക് നമുക്ക് ആശംസകൾ നേടാൻ സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുവാനും അതിനോട് വിരാജി കാണിക്കുവാനും അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുവാനും ഇസ്സത്തുള്ള ഉമ്മത്തിന്റെ വക്താവായി കൊണ്ട് മാറുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറുഹു വലിജമീഇൽ മുഅ്മിനീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.